എന്താടി ഉപദേശിച്ചു കൊതി മാറിയില്ലേ? കൊച്ചുമോനോടുള്ള സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവും, പക്ഷേ അതിലൊക്കെ ഒരു പരിധിയുണ്ട്. അമ്മ ഇപ്പൊ കാണിച്ച നാടകം ആർക്കും മനസ്സിലായില്ലെന്നാ വിചാരം. ഞാൻ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്? അവനെ തല്ലി കൊല്ലണോ അതോ കഴുത്തിന് പിടിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിടണോ? എന്താ ഞാൻ ചെയ്യേണ്ടത്? വിവരവും ബുദ്ധിയും ഉള്ള നിങ്ങൾ എല്ലാരും കൂടി ഒന്ന് പറഞ്ഞതാ. അമ്മ ദേഷ്യപ്പെടാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എന്താടി നീ എന്തിനാ പറഞ്ഞേ? ചെമ്പകശ്ശേരിൽ എല്ലാരും സന്തോഷത്തോടെ ജീവിക്കുന്ന കാണാൻ ആഗ്രഹമുള്ളോണ്ടാ. അമ്മ ചോദിച്ചില്ലേ ആദിമോന്റെയും പൂജമോളുടെയും കല്യാണം നടത്താൻ ഞാൻ കട്ടയ്ക്ക് കൂടെ നിൽക്കാമെന്ന് പറഞ്ഞെന്ന്? പറഞ്ഞത് നേരാ. പറഞ്ഞെടുത്ത് തന്നെ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. പക്ഷേ ആ കല്യാണം കൊണ്ട് ആദിമോന്റെ ജീവിതം തകരുകയല്ല വേണ്ടത്. കൂടുതൽ ഉയർച്ചയുള്ള ഒരു നല്ല ജീവിതം ഉണ്ടാക്കുകയാണ് വേണ്ടത്. അതിനാവശ്യം ഇവിടെ കിടന്ന് ഇങ്ങനെ തെക്ക് വടക്ക് ഓടുകയല്ല. നല്ല വിദ്യാഭ്യാസവും ജോലിയും സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള പ്രാപ്തി ഉണ്ടാക്കുക വേണ്ടത്. ഉത്തരവാദിത്തപ്പെട്ടവർ എന്ന നിലയിൽ ഈ വീട്ടിലുള്ളവരുടെ കടമയാണത്. ഇനിയെങ്കിലും അമ്മ അത് ചിന്തിച്ചാ കൊള്ളാം. ഇതേ പഴയ കാലമൊന്നുമല്ല ഒരു കല്യാണം കൊണ്ട് ജീവിതം അവസാനിപ്പിക്കാൻ. ജീവിച്ചു തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ ആ കുട്ടികൾ. അവർക്കതിനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ നോക്ക്. നീ എങ്ങനെ ഇവിടെ വന്നടി ശവമേ? നീ ചത്ത് തൊലഞ്ഞില്ലേ ഇതുവരെ? അവള് ചത്ത് തൊലഞ്ഞിരുന്നെങ്കിലേ താനിപ്പോ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. വഴി കിടന്ന് ചാവാൻ പോയ തന്നെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടേ ജീവൻ തന്നത് ഈ പെണ്ണ. ഇവളെന്തെങ്കിലും പറഞ്ഞോണ്ടല്ലോ ഒരൊറ്റ ചവിട്ടിന് തന്നെ ഞാൻ കൊല്ലും. വെറുതെ മനുഷ്യനായ പോരാ, നന്ദി വേണം. നന്ദി. താനൊന്നും മനുഷ്യനല്ലല്ലോ, മൃഗമല്ലേ. ഇതേതായി കത്തിവേഷം? ഇസ്രേ ഗുസ്രേ താൻ മിണ്ടി പോരുത്. അപ്പോഴേ പറഞ്ഞല്ലേ ഇവൻ റോഡിൽ കിടന്ന് ചത്തുപോട്ടേന്ന്. ഓ, അപ്പൊ താൻ എന്തൊക്കെ സെന്റിമെന്റ്സാ പറഞ്ഞത്. ഇപ്പൊ അനുഭവിച്ചോ. ഓ, ഇവനെ രക്ഷിക്കാൻ എന്തൊക്കെ ഭ്രാന്താ കാണിച്ചു കൂട്ടിയത്. ഇപ്പൊ മനസ്സിലായില്ലേ? സ്നേഹിക്കിന്റെ കുഞ്ഞിനാ പാല് കൊടുത്തെന്ന്. എന്താ എന്താ ഇവിടെ? ഡോക്ടർ, ബോധം വന്നു. ഇയാൾക്ക് ബോധം വന്നു, ഇനി നിനക്കെന്താ ബോധം വരുന്നേ? ഡോക്ടർ ഒന്ന് നോക്കിയേ. ഇപ്പൊ എങ്ങനെയുണ്ട് മുതലാളി? എല്ലാം ഓർമ്മ കിട്ടുന്നുണ്ട്, പക്ഷെ ആ ഒരു പുകമറ പോലെ. ഓ, മുതലാളിക്ക് ഭാഗ്യമുണ്ട്. കൃത്യസമയത്ത് കൃഷ്ണപ്രഭ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. രക്ഷപ്പെടണ്ടായിരുന്നു. ഇവളൊക്കെ എന്നെ രക്ഷിക്കുന്നില്ല, ഭേദം മരിക്കുന്നതായിരുന്നു. കൃഷ്ണപ്രഭേ, മെഡിസിൻ തീരുമ്പോ പറയണം, ഞാൻ അപ്പുറത്തുണ്ടാവും. അതെ, എന്നോടുള്ള ദേഷ്യം മരുന്നിനോട് കാണിക്കണ്ട. മര്യാദയ്ക്ക് അവിടെ അടങ്ങി കിടക്കാൻ നോക്ക്.